ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എമ്പുരാൻ്റെ കളക്ഷനും എമ്പുരാൻ്റെ ബഡ്ജറ്റും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന നഷ്ടത്തിലാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പോട്ടെ, അത് നമ്മൾ മോഹൻലാൽ ഫാൻസ് അല്ല മമ്മൂട്ടി ഫാൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണ് കുറേ പേര് പറഞ്ഞത്. എന്നാൽ തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണ്? തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ ഇതുവരെയുള്ള അവരുടെ പ്രൊഡ്യൂസറിൻ്റെ ഷെയർ എത്രയാണ്? അത് ലാഭകരമായോ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ എത്ര ലഭിച്ചു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പം എല്ലാം അൺഒഫീഷ്യലായിട്ട് കിട്ടിയ കണക്കുകളാണ്. അപ്പം അത് ആദ്യമേ പറയാം, ഒഫീഷ്യലായിട്ട് കിട്ടിയ കണക്കുകളൊന്നുമല്ല. എൻ്റെ ഒരു വിവരം വെച്ചിട്ട് ഈ സിനിമയുടെ OTT അവകാശം, സാറ്റലൈറ്റ് അവകാശം വിറ്റുപോയത് 18 കോടി രൂപയ്ക്കാണ്. അപ്പം ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്നായിരിക്കും നിങ്ങൾക്ക് സംശയം. ഒരു മോഹൻലാൽ സിനിമ എടുക്കണമെങ്കിൽ എത്ര രൂപ മിനിമം ബഡ്ജറ്റ് വേണമെന്ന് നമുക്കറിയാം. ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ ബഡ്ജറ്റ് എത്ര ആവശ്യം വരും. ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണ് തുടരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയിലൊന്നും അതിൻ്റെ ഒരു ഇതും പ്രതിഫലിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആ ഒരു പ്രകൃതി ദുരന്തമൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ പൈസ മുടക്കി തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചൊക്കെ ബഡ്ജറ്റ് ആവശ്യം വരും. നിങ്ങൾ പറയും പോലെ മോഹൻലാൽ സിനിമ ഒരു 10 കോടിക്ക് താഴെയോ അല്ലെങ്കിൽ 15 കോടിക്ക് താഴെയോ 20 കോടിക്ക് താഴെയോ ഒന്നും ഒരു സിനിമ എടുക്കാൻ പറ്റുന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പം അൺഒഫീഷ്യലി വെളിയിൽ വന്നിരിക്കുന്നത് 28 കോടി രൂപയാണ്. 28 കോടി രൂപയ്ക്ക് തീർത്ത ഒരു മോഹൻലാൽ ചിത്രമാണ് തുടരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം ആ സിനിമ 28 കോടി രൂപ എന്ന് പറയുന്നത് അതിൽ തന്നെ 18 കോടി രൂപ നമ്മൾ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കാരണം 18 കോടി രൂപയ്ക്ക് അതിൻ്റെ OTT സാറ്റലൈറ്റ് വിറ്റ് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 10 കോടി രൂപയുടെ മാത്രം ഒരു ബഡ്ജറ്റിലാണ്. കാരണം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഫുൾ ബഡ്ജറ്റ് 28 കോടിയാണെങ്കിലും 18 കോടി രൂപക്ക് ബിസിനസ്സിലൂടെ കിട്ടിക്കഴിഞ്ഞ് ബാക്കി 10 കോടി രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എമ്പുരാൻ്റെ OTT സാറ്റലൈറ്റ് അവകാശം എമ്പുരാൻ്റെ ഓവർസീസ് റേറ്റ് 30 കോടി രൂപയ്ക്കാണ് വിറ്റ്. ഇതെങ്ങനെ പോലും ഇത് 20 കോടി രൂപയ്ക്ക് മുകളിൽ 25 കോടി രൂപയ്ക്കകത്ത് ഇതും വിറ്റ് പോകും. ഓവർസീസ് റേറ്റ് 30 കോടി രൂപയ്ക്ക് തന്നെ വിറ്റ് പോകുന്നതിന് നമുക്ക് വയ്ക്കാം. അങ്ങനെ നോക്കിയാൽ പോലും 48 കോടി രൂപ ബിസിനസ്സിലൂടെ ഒരു 50-55 കോടി രൂപ എന്തായാലും മൊത്തത്തിലുള്ള ബിസിനസ്സിലൂടെ ഈ സിനിമ കളക്ട് ചെയ്ത് കാണും. പ്രൊഡ്യൂസറിന് 28 കോടി ആയെങ്കിൽ പോലും അതിൻ്റെ ഇരട്ടി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രോഫിറ്റ് ആയ സിനിമയാണ് തുടരുമെന്ന് പറഞ്ഞ സിനിമ. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഒരു മോഹൻലാൽ സിനിമ പ്രോഫിറ്റ് ആവാതിരിക്കാൻ വേണ്ടി ചുമ്മാ തള്ളൂല ഈ ചാനലിൽ കൂടെ. ആ സിനിമ അല്ല നഷ്ടമാണെന്ന് നമ്മൾ ഒരിക്കലും പറയൂല. ഈ സിനിമയുടെ കണക്ക് പ്രകാരം ഈ സിനിമ ഇറങ്ങുന്ന മുമ്പ് തന്നെ പ്രോഫിറ്റാണ്. കാരണം ഈ സിനിമയുടെ ബഡ്ജറ്റ് അത്രയും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തിയേറ്റർ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ഇപ്പം 4-5 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്റർ പ്രോഫിറ്റും ആയിട്ടുണ്ട്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം 75 കോടി 100-110 കോടി രൂപയ്ക്കകത്ത് തിയേറ്ററിൽ നിന്ന് വന്നാൽ മാത്രമേ ഈ സിനിമയുടെ പ്രോഫിറ്റ് ആവുള്ളൂ. ഇപ്പം 6-7 ദിവസം കൊണ്ട് തന്നെ എന്തായാലും ഈ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം തിരക്കാണ് വർക്കിംഗ് ഡേയ്സിൽ പോലും നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായാലും തിയേറ്റർ പ്രോഫിറ്റ്, തിയേറ്ററിൽ തന്നെ ബ്ലോക്ക് ബസ്റ്റർ അടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നല്ല, തിയേറ്ററിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ ബുക്ക് മൈ ഷോയൊക്കെ നോക്കുമ്പോൾ തന്നെ ഇപ്പം പോലും 10,000-15,000 ടിക്കറ്റ് മണിക്കൂറുകളിൽ വിറ്റ് പോകുമ്പോഴത്തേക്ക് ആ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിൽ യാതൊരു ഡൗട്ടും വേണ്ട. തുടരുമെന്ന് പറഞ്ഞ സിനിമ ടേബിൾ പ്രോഫിറ്റ് ആയ സിനിമയാണ്. തിയേറ്റർ പ്രോഫിറ്റ് ആവാൻ ഇനി 1-2 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. 1 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഈ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, തിയേറ്റർ പ്രോഫിറ്റ് ആവും എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഓവർസീസൊക്കെ വിറ്റ് പോയതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏകദേശം 40-42 കോടി രൂപയ്ക്കകത്ത്, അല്ലെങ്കിൽ ഇപ്പം ഒരു 3 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ ഈ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് നേടും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമുള്ളൂ. ചിത്രത്തിൽ അത്രയും ക്വാളിറ്റി ഉണ്ടേ, ഈ തള്ളിയിട്ടൊന്നും കാര്യമില്ല. സിനിമ മോശമെന്ന് പറയാൻ ആരുമില്ല അതിനകത്ത്. അത്രയ്ക്കും മികച്ച ഒരു സിനിമയെ നമുക്ക് ഒരിക്കലും തള്ളി തോൽപ്പിക്കാൻ പറ്റൂല. ആ സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പോൾ 110 കോടി രൂപയൊക്കെ ചില സൈറ്റിൽ കാണിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞുണ്ടോ ആ സിനിമയിൽ 110 കോടി രൂപ ബഡ്ജറ്റ് കാണിക്കുന്നു എന്നുള്ള കാര്യം. അപ്പം നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് 28 കോടി രൂപയാണ്. അത് ടേബിൾ പ്രോഫിറ്റായി. ആ സിനിമ തിയേറ്ററിൽ നിന്നും പ്രോഫിറ്റ് ആവാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. തിയേറ്റർ പ്രോഫിറ്റ് കേരളത്തിലെ മാത്രം തിയേറ്ററിൽ നിന്ന് പോലും ഈ സിനിമ പ്രോഫിറ്റ് ആവാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരെങ്കിലും ഇനി തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ, യാതൊരു ഡൗട്ടും ഇല്ലാതെ പറയാം. ഈ സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തും. യാതൊരു പ്രേക്ഷകനെ ഈ സിനിമ നിരാശപ്പെടുത്തി തിയേറ്ററിൽ നിന്നും വിടാനുള്ള സാധ്യത വിരളമാണ് എന്നല്ല, സാധ്യതയില്ല എന്ന് തന്നെ പറയാം. അപ്പം മോഹൻലാലിൻ്റെ നല്ല മലയാള സിനിമയിൽ തന്നെ ഇതിൽ മികച്ചൊരു സിനിമ ഒരു 10-15 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 10-15 വർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും മികച്ചൊരു സിനിമ ഇറങ്ങുന്നതെന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയണമെന്നില്ല. കാരണം സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലായിടത്തും വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ എത്ര കളക്ഷനിലായിരിക്കും അവസാനം നിൽക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, 200-ന് മുകളിലോട്ട് നോക്കിയാൽ മതി.
ഒരു 250 കോടി രൂപയ്ക്കകത്തെങ്കിലും ഈ സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ 250 കോടി രൂപയ്ക്ക് മുകളിൽ, കാരണം ഈ സിനിമ എമ്പുരാനെ തൊട്ട് മുകളിലെങ്കിലും എത്തണം. കാരണം അത്രയും ക്വാളിറ്റിയുള്ള സിനിമയാണ്. എമ്പുരാനെ മുകളിൽ എത്താനുള്ള എല്ലാ അവകാശവും ഈ സിനിമയ്ക്കുണ്ട്. കാരണം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെക്കാളും കൂടുതൽ ആൾക്കാരെ തൃപ്തിപ്പെടുത്തിയ സിനിമ ഇതാണെന്നാണ് നമുക്ക് തിയേറ്റർ റെസ്പോൺസിൽ കൂടെ തന്നെ മനസ്സിലായത്. അപ്പം ഈ സിനിമ എന്തായാലും അതിന് മുകളിൽ എത്താൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.